ഹായ് നമസ്കാരം, ഞാൻ ജിനേഷ് ചിത്രമ്പള്ളി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കിടിലിനൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മളെ നീലേശ്വരം ഏരിയയിൽ, അതായത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ഏരിയയിൽ വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ട് ആയിട്ടോ ഇന്ന് ഞാൻ വന്നുള്ളത്. മൊത്തം ഒരു 27 സെൻറ്റ് സ്ഥലം, എന്താണ് ഈ പുറകെ കാണുന്ന നല്ല അടിപൊളി കാണുന്നത് ഈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തം 27 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഫോളോ ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരേണ്ട വഴി സൗകര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ കാണുന്ന റോഡ് ഉണ്ടല്ലോ നിങ്ങൾ, ചുറ്റുപാട് ഇതാണ്, ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ. നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്, വലിയ വലിയ വീടുകളുള്ള ഏരിയ കേട്ടോ. അല്ലേ, ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. അതാണ് ആ കാണുന്നതാണ് കേട്ടോ നമ്മളെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ. മൊത്തം 27 സെൻറ്റ് സ്ഥലമാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ 13.5 സെൻറ്റ് വെച്ചിട്ട് 2 പ്ലോട്ടായിട്ട് കൊടുക്കാൻ എൻ്റെ ഓണർ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം ഞാൻ കാണിച്ചു തരാം. അതാണ് ഈ റോഡാണ് നമുക്ക് നമ്മളെ പ്ലോട്ടിലോട്ട് വരേണ്ട വഴി എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് മെയിൻ റോഡാണ് വരുന്നത് കേട്ടോ, ടാറിങ് റോഡാണ് വരുന്നത്. നമുക്ക് നീലേശ്വരം ബ്ലോക്ക് ഓഫീസിൻ്റെ അടുത്തുനിന്ന് വെറും നടക്കാനുള്ള ദൂരത്തിൽ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പുത്തരി എടുക്കുന്നതാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ അതിരിതാണ്, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഇതേപോലെ കല്ലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. മൊത്തം 27 സെൻറ്റ് സ്ഥലമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ പെട്ടുള്ള സ്ഥലമാണ് കേട്ടോ അത്. അതായത് നമുക്ക് നീലേശ്വരം ടൗണിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4 കിലോമീറ്റർ, ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ഏകദേശം ഒരു 4 കിലോമീറ്ററും, അതുപോലെ തന്നെ നമുക്ക് നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നിങ്ങൾ നല്ല ലെവലായിട്ട്, വാട്ടർ ലെവലായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇങ്ങോട്ടൊക്കെ ചുറ്റുപാടുതാണ്, ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു ഏരിയയാണ്. നമുക്ക് പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ നമുക്ക് നീലേശ്വരത്ത് എത്തിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, രാജാസ് ഹൈസ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തട്ടോ. നമ്മൾ പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജ് അതിര് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതുവരെയാണ് നമുക്ക് ഫ്രണ്ടേജ് അതിര് വരുന്നത് കേട്ടോ. അതായത് നമ്മളെ നീലേശ്വരം ഏരിയയിൽ വീടൊക്കെ വെച്ച് താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ആർക്കാണെങ്കിലും എടുക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് ചോയ്സാണ് കേട്ടോ. ഇവിടെ നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നമ്മളെ ഈ ഒരു പ്ലോട്ടിൻ്റെ ബാക്ക് സൈഡിലോട്ടൊക്കെ വീടുകളുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കിട്ടുന്ന ഏരിയയാണ്. പിന്നെ എന്താ പറയുക, എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ട് തന്നെയാണ്. നമുക്ക് ബ്ലോക്ക് ഓഫീസ് നമുക്ക് അടുത്തുണ്ട്. അതുപോലെ തന്നെ പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ്, പാലാന്തരത്തുള്ള ക്യാമ്പസ് നമുക്ക് ഇവിടെ ഇതിൻ്റെ അടുത്താണ്. ചിന്മയ വിദ്യാലയം അടുത്തുണ്ട്. പിന്നെ നമുക്ക് ആരാധനാലയങ്ങളിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ പള്ളി അടുത്തുണ്ട്, ഏകദേശം ഒരു 4 കിലോമീറ്ററും. അതുപോലെ തന്നെ നമുക്ക് മുസ്ലിം പള്ളിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മുസ്ലിം പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, അമ്പലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാക്ക് സൈഡിൽ മൊത്തം ഉണ്ടല്ലേ, ഇതേപോലെ ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്നതാണ്. അതിലൊന്നും മാറാനോ ഒന്നുമില്ല. പ്ലോട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കച്ചവടം കാര്യങ്ങളൊക്കെ നടത്തിക്കൊള്ളി. വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഏറ്റവും അനുയോജ്യമായുള്ള അടിപൊളി ഒരു കിടിലം പ്ലോട്ട് തന്നെ കേട്ടോ. ഓണർ ഇനി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് വെറും 1.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്ഥലം എടുക്കണം എന്നൊക്കെ സ്വന്തമാക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഓണറുടെ നമ്പറാണ് ഈ താഴെ കാണുന്നത്, ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതിലൊക്കെ ഇതേപോലെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യട്ടോ. എൻ്റെ നമ്പർ 98 95 18 18 86 ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പറിൽ തന്നെ ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്യാട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ബന്ധുക്കാരെങ്കിലുമൊക്കെ നമ്മൾ ഈ ഒരു ഏരിയയിൽ വീട് വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടി അവരുടെ അക്കൗണ്ടിലോട്ട് വാട്സപ്പിലോ ഒന്ന് ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. ബൈ.